ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നു. പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ വരുന്ന എലമെൻറ്റുകളെയാണ് കളക്റ്റീവായിട്ട് പി ബ്ലോക്ക് എലമെൻറ്റുകളെന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അവരുടെ ജനറൽ കോൺഫിഗറേഷൻ NS2 NP 1 to 6 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഈ ഗ്രൂപ്പിൽ മെറ്റലുകളുണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡുകളുമുണ്ട്. മെറ്റാലിക് ക്യാരക്ടേഴ്സും നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സും കമ്പൈൻഡായിട്ട് കാണിക്കുന്ന എലമെൻറ്റുകളെയാണ് മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുക. ഇമ്പോർട്ടൻ്റ് മെറ്റലോയിഡുകൾ സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം, പൊളോണിയം തുടങ്ങിയ പി ബ്ലോക്ക് എലമെൻറ്റുകളാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 13 എലമെൻറ്റുകളാണ്. ഗ്രൂപ്പ് 13നെ സ്റ്റാർട്ടിംഗ് എലമെൻറ്റ് ബോറോൺ ആയതുകൊണ്ട് അതിനെ ബോറോൺ ഫാമിലി എന്നും വിളിക്കാം. ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 13 ആണ്. ഈ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻറ്റിയം, താലിയം തുടങ്ങിയ എലമെൻറ്റുകളാണ്. ഇതിൽ ബോറോൺ ഒരു ടിപ്പിക്കൽ നോൺ മെറ്റലാണ്, അലുമിനിയം ഒരു മെറ്റലുമാണ്. അലുമിനിയത്തെ പറ്റി പറയുമ്പോൾ എർത്ത് ക്രസ്റ്റിൽ, ഭൂവൽക്കത്തിൽ ഏറ്റവും ധാരാളമായിട്ട്, ഏറ്റവും അബണ്ടൻ്റായിട്ട് കാണപ്പെടുന്ന മെറ്റലാണ് അലുമിനിയം. എർത്ത് ക്രസ്റ്റിലെ മൊത്തത്തിലെ എലമെൻറ്റുകളുടെ കാര്യം പറയുമ്പോൾ, അതായത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പറയുമ്പോൾ, അലുമിനിയത്തിൻ്റെ അബണ്ടൻസ് മൂന്നാമതാണ്. എർത്ത് ക്രസ്റ്റിൽ ഓക്സിജനും സിലിക്കണും കഴിഞ്ഞാൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന എലമെൻറ്റാണ് അലുമിനിയം. ആദ്യം ഈ ഗ്രൂപ്പിലെ ചില ജനറൽ ട്രെൻഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഗ്രൂപ്പിലെ അറ്റോമിക് സൈസിൻ്റെ ഒരു ട്രെൻഡ്. ഗ്രൂപ്പിലെ ഏറ്റവും ആദ്യത്തെ എലമെൻ്റായ ബോറോൺ അറ്റോമിക് സൈസ് ഏറ്റവും കുറഞ്ഞ എലമെൻറ്റ് തന്നെയാണ്. ബോറോണിനേക്കാൾ സൈസ് കൂടിയ എലമെൻ്റാണ് അലുമിനിയം. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ജനറലായിട്ട് പറഞ്ഞാൽ അറ്റോമിക് സൈസ് കൂടുന്ന രീതിയാണെങ്കിലും അലുമിനിയത്തേക്കാൾ അല്പം അറ്റോമിക് സൈസ് കുറവാണ് ഗാലിയത്തിന്. പിന്നെ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പ് 13 ടോപ്പ് ടു ബോട്ടം പൊതുവെ പറഞ്ഞാൽ അറ്റോമിക് സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുമെങ്കിലും ഒരു ചെറിയൊരു എക്സെപ്ഷനുണ്ട്. ഗാലിയം ആറ്റത്തിൻ്റെ റേഡിയസ് അലുമിനിയത്തേക്കാൾ അല്പം കുറവാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഗാലിയത്തിൻ്റെ വാലൻസ് ഷെല്ലുകൾക്ക് ഉള്ളിലായിട്ട് ഇന്നർ ഷെല്ലിൽ ഡി ഓർബിറ്റലുണ്ട്. അപ്പോൾ ഗാലിയം തൊട്ട് ഡി ഓർബിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡി ഓർബിറ്റലുകളുടെ ഷീൽഡിംഗ് എഫക്റ്റ്, ന്യൂക്ലിയർ ചാർജിനെ തടയാനുള്ള അവരുടെ കഴിവ്, ഷീൽഡിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ഡി ഓർബിറ്റൽസിന് കമ്പാരറ്റീവ്ലി എസിനേക്കാളും പിയേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഗാലിയത്തിൻ്റെ വാലൻ ഷെല്ലിലേക്ക് എത്തുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അതിൻ്റെ സൈസിനെ അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ഓർബിറ്റലാണ് ഈ ട്രെൻഡ് ഒരല്പം മാറുന്നതിനായിട്ട് കാരണമായിരിക്കുക. ഇതേ കാരണത്തിൽ തന്നെ ഈ ഗ്രൂപ്പിലെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പികളും ഒരു റെഗുലർ ഓർഡറിലല്ല ചേഞ്ച് ചെയ്യുക.
സാധാരണഗതിക്ക് ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജികൾ ഡിക്രീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ ആ ഒരു റെഗുലാരിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എഫ് ഓർബിറ്റലുകളുടെയും ഡി ഓർബിറ്റലുകളുടെയും പുവർ ഷീൽഡിംഗ് എഫക്റ്റ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് അയണൈസേഷൻ എനർജികൾ ഓർ എൻതാൽപ്പികൾ റെഗുലറായിട്ടല്ല ചേഞ്ച് ചെയ്യുക. ഈ ഗ്രൂപ്പിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ NS2 NP1 ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ആയിട്ട് എക്സിബിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള വാലൻസുകൾ NPയിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഒരു +1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാം. അതല്ല NS ഇലക്ട്രോണുകൾ കൂടി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ NSൽ 2 ഇലക്ട്രോണുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ Pയിലുള്ള ഒരു ഇലക്ട്രോണും Sലുള്ള 2 ഇലക്ട്രോൺസ് കൂടി റിയാക്ഷനകത്ത് പങ്കെടുക്കുകയാണെങ്കിൽ +3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇവർ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റുകളാണ് പി ബ്ലോക്ക് എലമെൻറ്റിലെ ഗ്രൂപ്പ് 13 എലമെൻറ്റ്. കോമൺ സ്റ്റേറ്റുകൾ +3ഉം +1ഉമാണ്. അതിലെ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഗാലിയം, ഇൻഡിയം, താലിയം തുടങ്ങിയ എലമെൻറ്റുകളുടെ കേസിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിലെ ഇന്നർ ഓർബിറ്റലുകളായിട്ടുള്ള ഡി ഓർബിറ്റലുകളും എഫ് ഓർബിറ്റലുകൾക്കും പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ചാർജിനെ കാര്യമായിട്ട് ഇന്നർ ഓർബിറ്റലുകൾ സ്ക്രീൻ ചെയ്യാത്തത് കൊണ്ട് വാലൻസ് ഇലക്ട്രോണുകളെ പോലും ന്യൂക്ലിയസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യും. ഇത് ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന താലിയത്തിൻ്റെ കേസിലാണ്. താലിയത്തിൻ്റെ NS ഇലക്ട്രോണുകൾ വാലൻസ് ആയിട്ട് നിൽക്കുന്ന S ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് ഈ NS ഇലക്ട്രോണുകൾക്ക് റിയാക്ഷനകത്ത് പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് താലിയത്തിൻ്റെ ഏറ്റവും സ്റ്റേബിളായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 സ്റ്റേറ്റാണ്. അത് +3 സ്റ്റേറ്റ് കാണിക്കുമെങ്കിലും അത് ക്വൈറ്റ് അൺസ്റ്റേബിളാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്ന എലമെൻറ്റുകളുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് +1 ആയിട്ട് മാറും. ഇങ്ങനെ മാറാനായിട്ട് കാരണം ഇന്നർ ഡി ആൻഡ് എഫ് ഓർബിറ്റലുകളുടെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് S ഇലക്ട്രോണുകൾ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. ഇങ്ങനെ NS ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനകത്ത് ഇനേർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് or they are reluctant to participate in chemical reaction. ന്യൂക്ലിയസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രോണുകൾ റിയാക്ഷനകത്ത് പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല. അപ്പോൾ അവരുടെ താല്പര്യക്കുറവിനെ, അവരുടെ റിലക്റ്റൻസിനെ ഓർ ഇനേർട്ട്നെസ്സിനെ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നാണ് വിളിക്കുക. ഇനേർട്ട് പെയർ എഫക്റ്റ്. സോ പി ബ്ലോക്ക് എലമെൻറ്റുകളുടെ കേസിൽ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും അറ്റോമിക് നമ്പർ കൂടി വരുംതോറും വാലൻസ് ആയിട്ടുള്ള S ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുക്കാനായിട്ട് റിലക്റ്റൻസ് കാണിക്കുന്നുണ്ട്. സോ ദ റിലക്റ്റൻസ് ഓഫ് വാലൻസ് S ഇലക്ട്രോൺസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇനേർട്ട് പെയർ എഫക്റ്റ്. അതുകൊണ്ടാണ് താലിയം +1 താലസ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. താലസ് സ്റ്റേറ്റ് ആണ് ക്വൈറ്റ് സ്റ്റേബിൾ. TL+3 എന്ന സ്റ്റേറ്റ് താലിക് സ്റ്റേറ്റ് ഉണ്ടെങ്കിലും അത് ഹൈലി അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. ഗ്രൂപ്പ് 13 എലമെൻറ്റുകൾ ഫോം ചെയ്യുന്ന ഹാലൈഡുകളുടെ ചില സ്പെഷ്യാലിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവയാണ് ഹാലജനാറ്റങ്ങൾ. ഇവർ
ഫോം ചെയ്യുന്ന ഹാലൈഡുകളെ വേണമെങ്കിൽ നമുക്ക് ജനറലായിട്ട് +3 എന്ന സ്റ്റേറ്റ് ബോറോൺ, അലുമിനിയം, ഗാലിയം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഫോം ചെയ്യുന്ന ഹാലൈഡുകളുടെ ജനറൽ ഫോർമുല MX3 എന്നെഴുതാം. അപ്പോൾ അലുമിനിയം ആണെങ്കിൽ ക്ലോറിനുമായിട്ട് കൂടിച്ചേർന്നാൽ ഫോം ചെയ്യുന്നത് അലുമിനിയം ക്ലോറൈഡ് AlCl3 ആണ്. ബോറോണിൻ്റെ ക്ലോറൈഡ് BCl3 ആണ്. അവിടെ നമ്മൾ ജനറലൈസ് ചെയ്താണ് ഹാലൈഡുകളുടെ ജനറൽ ഫോർമുല MX3 ആണ്. അതിൽ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരും തോറും MX3 ടൈപ്പ് ഹാലൈഡുകൾ അൺസ്റ്റേബിൾ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു, ഡ്യൂ ടു ഇനേറ്റ് പെയർ എഫക്റ്റ്. ഇത് BCl3 ആൻഡ് AlCl3 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബോറോൺ ട്രൈക്ലോറൈഡ് BCl3 എടുത്താൽ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 3 ആണ്. അതുകൊണ്ട് ബോറോണിന് വാലൻസ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. ഞാൻ റെഡ് ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നത് ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളാണ്. അത് 3 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്താൽ ക്ലോറിൻ്റെ ബോണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോണിനെ മാത്രം ഞാൻ ഡോട്ട് ഇട്ട് കാണിക്കുന്നു. രണ്ടാമത്തെ ക്ലോറിൻ അവൻ്റെ ബോണ്ടിങ് ഇലക്ട്രോൺ, മൂന്നാമത്തെ ക്ലോറിൻ അതിൻ്റെ ബോണ്ടിങ് ഇലക്ട്രോൺ. സോ ബോറോൺ 3 ക്ലോറിനുമായിട്ട് 3 കോവലൻ്റ് ബോണ്ടുകൾ ഇതേപോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ബോറോൺ 3 കോവലൻ്റ് ബോണ്ട് കൂടി ഫോം ചെയ്തപ്പോൾ 3ൻ്റെ ഷെയറും കൂടി കിട്ടി. അങ്ങനെ ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം മൊത്തത്തിൽ എണ്ണിയാൽ 2, 4, 6 ആയിട്ട് മാറും. അപ്പോൾ BCl3 എന്ന കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടും നടുക്ക് നിൽക്കുന്ന ബോറോൺ ആറ്റത്തിന് ഒക്ടക്റ്റ് 8 ഇലക്ട്രോൺസ് കിട്ടിയിട്ടില്ല, 6 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെ 8 വേണ്ട സ്ഥാനത്ത് 6 ഇലക്ട്രോൺസ് മാത്രം ഉള്ളതുകൊണ്ട് ബോറോൺ ക്ലോറൈഡ്, ട്രൈക്ലോറൈഡ് പോലുള്ള മോളിക്യൂളിനെ നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് മോളിക്യൂൾ എന്ന് വിളിക്കാം. ഇലക്ട്രോണുകളുടെ കുറവ്, ഇലക്ട്രോൺ ജോഡിയുടെ കുറവ് ഉള്ള ഒരു സ്പീഷീസാണ്. ഇങ്ങനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള സ്പീഷീസുകൾ മറ്റ് മോളിക്യൂളുകളിൽ നിന്ന് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. ഇങ്ങനെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസുകൾ നമ്മൾ വിളിക്കുന്ന പേര് ലൂയിസ് ആസിഡുകൾ എന്നാണ്. ലൂയിസ് ആസിഡുകൾ. അപ്പോൾ ഗ്രൂപ്പ് 13 ഹാലൈഡുകളെല്ലാം തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് അവർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സാണ്, ഓർ അവർ നല്ല ലൂയിസ് ആസിഡുകളാണ്. ഇതിൽ അലുമിനിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ എസ് ബ്ലോക്കിൽ കണ്ടതാണ്. ബെറിലിയത്തിൻ്റെ ഡയഗണൽ പെയറാണ് അലുമിനിയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിസംബ്ലൻസ് പറയുന്നുണ്ട്. അലുമിനിയം ക്ലോറൈഡ് എന്ന മോളിക്യൂൾ AlCl3, ഇത് ഒരു മോളിക്യൂൾ AlCl3 ആണ് റെഡ് കളർ കൊണ്ട് വരച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു മോളിക്യൂൾ അലുമിനിയം ക്ലോറൈഡ് വയലറ്റ് ഇങ്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇതിലെ 2 അലുമിനിയം ആറ്റങ്ങളും ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള ആറ്റങ്ങളായതുകൊണ്ട് അവർ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ്. ഓരോ അലുമിനിയം ക്ലോറൈഡിലെ ക്ലോറിൻ ആറ്റം തൊട്ടടുത്ത മോളിക്യൂൾ അലുമിനിയമായിട്ട് ഇതേപോലെ ഒന്ന് ബോണ്ട് ചെയ്യും. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ 2 മോളിക്യൂൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു ഡൈമറൈസ്ഡ് സ്ട്രക്ചറുള്ള മോളിക്യൂളാണ് അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയാം. ഇതിൽ ഒരു അലുമിനിയത്തിൽ നിന്ന് അടുത്ത അലുമിനിയത്തിലേക്ക് എത്താനുള്ളൊരു പാലം പോലെയാണ് ക്ലോറിൻ ആക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്കിതിനെ ബ്രിഡ്ജിങ് ക്ലോറിനാറ്റം എന്ന് വിളിക്കാം. അപ്പോൾ ക്ലോറിനാറ്റങ്ങൾ കൊണ്ട് ബ്രിഡ്ജ് ബോണ്ട് ഫോം ചെയ്ത് ഡൈമറൈസ്ഡ് സ്ട്രക്ചറിലാണ് അലുമിനിയം ക്ലോറൈഡ് എക്സിസ്റ്റ് ചെയ്യുക. അടുത്തായി ഇവരുടെ ഓക്സൈഡുകളുടെ ചില ട്രെൻഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബേൺ ചെയ്യുമ്പോൾ ഓക്സൈഡുകൾ ഫോം ചെയ്യും. ബോറോൺ മോഡറേറ്റ് ടെമ്പറേച്ചറിലൊന്നും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാത്ത എലമെൻ്റാണ്. അലുമിനിയം ഫോം ചെയ്യുന്ന ഓക്സൈഡ് നമുക്കറിയാം, ഫോർമുല അറിയാം, Al2O3.
അലുമിനിയം ഓക്സൈഡ്, അലുമിനിയം വാലൻസി 3 ഓക്സിജൻ വാലൻസി 2 ഈ വാലൻസുകൾ നമ്മൾ പരസ്പരം ക്രോസ് ചെയ്താണ് കോമ്പൗണ്ടിൻ്റെ ഫോർമുല ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ അലുമിനിയം ഓക്സൈഡിൻ്റെ ഫോർമുല Al2O3 എന്ന് പറയാം. നമുക്ക് ഫെമിലിയറായ ഓക്സൈഡാണ്. ഞാൻ അവിടുന്ന് ജനറലൈസ് ചെയ്യുവാണ്. ഗ്രൂപ്പ് 13 എലമെൻറ്റുകൾ ഫോം ചെയ്യുന്ന ഓക്സൈഡുകളുടെ ജനറൽ ഫോർമുല M2O3 എന്നെഴുതാം. Al2O3യെ ജനറലൈസ് ചെയ്താണ് M2O3. ഇതിൽ മോഡറേറ്റ് ടെമ്പറേച്ചറിൽ ബോറോണിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യില്ലെങ്കിലും ഹൈ ടെമ്പറേച്ചറിൽ ബോറോണും ഓക്സൈഡ് ഫോം ചെയ്യും. ബോറോൺ ഫോം ചെയ്യുന്ന ഓക്സൈഡിൻ്റെ ഫോർമുല B2O3 എന്നാണ്. B2O3 എന്ന കോമ്പൗണ്ട് അസിഡിക്കാണ്. ജനറലി പറഞ്ഞാൽ നോൺ മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ അസിഡിക്കാണ്. അലുമിനിയം ഓക്സൈഡ് Al2O3 ഒരു ആംഫോട്ടറിക് ഓക്സൈഡാണ്. അത് ആസിഡുകളുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുകളുമായിട്ടും റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊരു ആംഫോട്ടറിക് ഓക്സൈഡാണ്. അലുമിനിയത്തെ തൊട്ടുപുറകെ വന്ന് ഗാലിയത്തിൻ്റെ ഓക്സൈഡും ആംഫോട്ടറിക് ഓക്സൈഡാണ്. അപ്പോൾ അലുമിനിയം ഓക്സൈഡും ഗാലിയം ഓക്സൈഡും ആംഫോട്ടറിക്കാണ്. ഏറ്റവും താഴെ വരുന്ന ഇൻഡിയത്തിൻ്റെയും താലിയത്തിൻ്റെയും ഓക്സൈഡുകൾ In2O3യും Tl2O3യും ഈ രണ്ടുപേരും ബേസിക് ഓക്സൈഡുകളാണ്. കാരണം അവരെല്ലാം നല്ല മെറ്റലുകളാണ്, ഇൻഡിയവും താലിയവും. അതുകൊണ്ട് അവർ ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ ബേസിക്കാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ ഓക്സൈഡുകളുടെ ഒരു ട്രെൻഡാണ് പറഞ്ഞത്. അലുമിനിയം ഓക്സൈഡും ആംഫോട്ടറിക്കാണ് എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. മെറ്റാലിക് അലുമിനിയം തന്നെ ആസിഡുകളുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. പൗഡേർഡ് അലുമിനിയത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്താൽ അലുമിനിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയതുകൊണ്ട് കിട്ടുന്ന സോൾട്ട് അലുമിനിയം ക്ലോറൈഡാണ്. അലുമിനിയം വാലൻസി +3 ആയതുകൊണ്ടാണ് AlCl3 കിട്ടിയത്. നടക്കുന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ അലുമിനിയം ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അലുമിനിയം എന്ന് പറയുന്ന മറ്റുള്ള ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതേ അലുമിനിയം തന്നെ ഒരു ബേസായ NaOHുമായിട്ടും റിയാക്ട് ചെയ്യും. ഒരു സ്ട്രോങ് ബേസാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOHുമായിട്ട് റിയാക്ട് ചെയ്താലും NaOHിലുള്ള ഹൈഡ്രജനെ അലുമിനിയം ഡിസ്പ്ലേസ് ചെയ്യും. കിട്ടുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ്. സോഡിയത്തിൻ്റെ അലൂമിനേറ്റ് എന്ന് വിളിക്കാം. ഫോർമുല NaAlOH 4 ടൈംസ് ആണ്. ഒരു ഹൈഡ്രോക്സോ കോംപ്ലക്സ് ഫോം ചെയ്താണ് അലുമിനിയം NaOHൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ഈ റിയാക്ഷൻസ് പ്രൂവ് ചെയ്യുന്നു. അലുമിനിയം ആസിഡുകളുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുകളുമായിട്ടും റിയാക്ട് ചെയ്യും. അതുകൊണ്ട് അലുമിനിയത്തിന് എനിക്ക് ആംഫോട്ടറിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പം പാചകപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് പുളി രസമുള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തുമ്പോൾ നമ്മൾ അലുമിനിയം വെസൽസ് കോമൺ ആയിട്ട് ഉപയോഗിക്കരുതെന്നാണ് പറയുക. കാരണം അലുമിനിയം ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഗ്രൂപ്പിൽ ബോറോണിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകൾ സെലക്ട് ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോറോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓറാണ് ബൊറാക്സ്. ബോറോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട അയിര് ആണ് ബൊറാക്സ് എന്ന കോമ്പൗണ്ട്. ബൊറാക്സിൻ്റെ കെമിക്കൽ ഫോർമുല Na2B4O7. ഇതിൻ്റെ ഡെക്കാ ഹൈഡ്രേറ്റ് ആണ്, 10H2O. ഇതാണ് ബൊറാക്സ് എന്ന കോമ്പൗണ്ട്.
ബൊറാക്സ് വെള്ളത്തിൽ സോലുബിളാണ്. ബൊറാക്സ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്താൽ രണ്ട് കോമ്പൗണ്ട് കിട്ടും. ബൊറാക്സിലെ സോഡിയം ഹൈഡ്രോളൈസ് ചെയ്ത് ഒരു സ്ട്രോങ് ബേസായ NaOH ആയിട്ട് മാറും. ബോറോൺ ഹൈഡ്രോളൈസ് ചെയ്യപ്പെട്ട് H3BO3 ആയിട്ടാണ് മാറുക. H3BO3 എന്നതൊരു വീക്ക് ആസിഡാണ്. കോമ്പൗണ്ടിനെ ബോറിക് ആസിഡ് എന്ന് വിളിക്കുക. അപ്പോൾ ബോറോൺ വെള്ളത്തിൽ ലയിച്ചാൽ കിട്ടുന്ന സൊല്യൂഷൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ബോറോൺ വെള്ളത്തിൽ ലയിച്ചാൽ അത് കെമിക്കലി സ്പ്ലിറ്റ് ചെയ്ത് സ്ട്രോങ് ബേസായ NaOHൻ്റെയും വീക്ക് ആസിഡായ ബോറിക് ആസിഡിൻ്റെയും മിക്സറാണ് പ്രൊവൈഡ് ചെയ്യുക. അടുത്തായിട്ട് ബൊറാക്സ് എന്ന കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നോക്കുകയാണ്. ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ബൊറാക്സ്. ബൊറാക്സ് Na2B4O7 10H2 ആണ്, ഡെക്കാഹൈഡ്രേറ്റ് ആണ് എന്ന് പറഞ്ഞായിരുന്നു. ഹീറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം അതിൻ്റെ വാട്ടർ ഹൈഡ്രേഷൻ നഷ്ടപ്പെടും. 10 molecules ഓഫ് വാട്ടർ നഷ്ടപ്പെട്ടിട്ട് കോമ്പൗണ്ട് അൺഹൈഡ്രസ് ആയിട്ട് മാറും, നിർജ്ജല കോമ്പൗണ്ടായിട്ട് മാറും. Na2B4O7 ആയിട്ട് ആദ്യം ചേഞ്ച് ചെയ്യും. അൺഹൈഡ്രസ് ഫോമിലേക്ക് ബൊറാക്സ് ചേഞ്ച് ചെയ്യും. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ Na2B4O7 ഡീകമ്പോസ് ചെയ്ത് രണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഒന്ന് NaBO2 ആണ്. NaBO2 കോമ്പൗണ്ടിൻ്റെ പേര് സോഡിയം മെറ്റാബൊറേറ്റ് എന്നാണ്. സോഡിയം മെറ്റാബൊറേറ്റ്. കൂടെ കിട്ടുന്ന അടുത്ത കോമ്പൗണ്ട് B2O3 ആണ്. ബോറോണിൻ്റെ ഓക്സൈഡാണ്. അതിനെ ബോറിക് അൺഹൈഡ്രൈഡ് എന്നാണ് വിളിക്കുക. ബോറിക് അൺഹൈഡ്രൈഡ്. അപ്പോൾ ബൊറാക്സ് എന്ന കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോഴുള്ള സ്പെഷ്യാലിറ്റിയാണ് പറഞ്ഞത്. ഹൈഡ്രേറ്റഡായ ബൊറാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് അൺഹൈഡ്രസ് ആയിട്ട് മാറും, Na2B4O7 ആയിട്ട് മാറും. അൺഹൈഡ്രസ് ഫോമിനെ ഫർദർ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഡിയം മെറ്റാബൊറേറ്റും ബോറിക് അൺഹൈഡ്രൈഡുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ സോഡിയം മെറ്റാബൊറേറ്റ് എന്ന കോമ്പൗണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. അത് സോൾഡിഫൈ ചെയ്യുമ്പോൾ പെബിൾ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്, അല്ലെങ്കിൽ ബീഡ് ലൈക്ക് മുത്തുകൾ പോലുള്ള ക്രിസ്റ്റലൈൻ നേച്ചറിലാണ് അത് സോൾഡിഫൈ ചെയ്യുക. മെൽറ്റ് ചെയ്ത് സോഡിയം മെറ്റാബോറേറ്റ് സോൾഡിഫൈ ചെയ്യുമ്പോൾ മുത്തുകൾ പോലുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബീഡുകൾ ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനൊരു ഡിറ്റക്ഷൻ ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. മറ്റൊന്നുമല്ല, ബൊറാക്സ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചില ട്രാൻസിഷൻ എലമെൻറ്റുകൾ, ഫോർ എക്സാമ്പിൾ കൊബാൾട്ട് അതിൻ്റെ കോമ്പൗണ്ടോ ട്രേസ് എമൗണ്ട്സ് ആഡ് ചെയ്ത് നമ്മൾ ബൊറാക്സിനെ ചൂടാക്കിയാൽ, ബൊറാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡി ബ്ലോക്ക് എലമെൻ്റായ കൊബാൾട്ട് ഒരല്പം ചേർത്ത്, കൊബാൾട്ടോ അതിൻ്റെ കോമ്പൗണ്ട് ഒരല്പം ആഡ് ചെയ്താണ് ബൊറാക്സിനെ ഹീറ്റ് ചെയ്തെങ്കിൽ അവസാനം കിട്ടുന്നത് സോഡിയം മെറ്റാബോറേറ്റ് ആയിരിക്കില്ല, പകരം കൊബാൾട്ട് മെറ്റാബോറേറ്റ് ഫോം ചെയ്യും. കൊബാൾട്ട് മെറ്റാബോറേറ്റ് ഫോർമുല CO. കൊബാൾട്ട് വാലൻസി 2 ഉള്ള എലമെൻ്റാണ്. അതുകൊണ്ട് കൊബാൾട്ട് മെറ്റാബോറേറ്റ് COBO ട്വൈസ് ആണ്. ഈ കൊബാൾട്ട് മെറ്റാബോറേറ്റിൻ്റെ കളറ് ബ്ലൂ ആണ്. ഇങ്ങനെ ഓരോ ഡി ബ്ലോക്ക് എലമെൻറ്റും ബൊറാക്സുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെറ്റാബോറേറ്റുകൾക്ക് തനതായ കളേഴ്സുണ്ട്, ക്യാരക്ടറിസ്റ്റിക് കളേഴ്സുണ്ട്. അപ്പോൾ എനിക്ക് കളറ് നോക്കിയിട്ട് യൂസ് ചെയ്ത ട്രാൻസിഷൻ എലമെൻ്റ് ആരാണെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം.
അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റിനെ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ബൊറാക്സ് ബീഡ് ടെസ്റ്റുകൾ, കളേർഡ് മുത്തുകൾ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ഉണ്ടായ മുത്തിൻ്റെ അല്ലെങ്കിൽ മുത്ത് പോലുള്ള ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് എനിക്ക് യൂസ് ചെയ്ത ട്രാൻസിഷൻ മെറ്റൽ ആരാണെന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്ത ബൊറോൺ കോമ്പൗണ്ട്, നമ്മൾ ബൊറാക്സ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ഒരു ആസിഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഒരു വീക്ക് ആസിഡ് H3BO3. കോമ്പൗണ്ടിൻ്റെ പേര് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കോമ്പൗണ്ടിൻ്റെ പേര് ബോറിക് ആസിഡ് എന്നാണ്. ബോറിക് ആസിഡ്. H3BO3 ചിലപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെ എഴുതാറുണ്ട്: ഒരു ബോറോൺ ആറ്റവും 3 OH ഗ്രൂപ്പുകളും, BOH ത്രൈസ് എന്ന് പറഞ്ഞാലും ഫോർമുല H3BO3യുമായിട്ട് ടാലി ആവുന്നുണ്ട്. അപ്പോൾ BOH ത്രൈസ് എന്ന് പറഞ്ഞാലും ബോറിക് ആസിഡാണ്. ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ബൊറാക്സ് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അൽപ്പൊടി ഈൽഡ് കൂടുതൽ കിട്ടാനായിട്ട് ബൊറാക്സ് എടുത്തിട്ട്, ബൊറാക്സ് ഫോർമുല Na2B4O7 ആണ്. അതിനെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിനെ അസിഡിഫൈ ചെയ്യുക. ബൊറാക്സിൻ്റെ അക്വ സൊല്യൂഷനെ അസിഡിഫൈ ചെയ്യുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് അസിഡിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ സോഡിയം ക്ലോറൈഡും മെയിൻ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള ബോറിക് ആസിഡുമായിരിക്കും. അപ്പോൾ ലബോറട്ടറിയിൽ ബോറിക് ആസിഡ് വേണമെന്നുണ്ടെങ്കിൽ ബൊറാക്സിനെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ സൊല്യൂഷനെ അസിഡിഫൈ ചെയ്താൽ മതി. ബൊറാക്സ് എന്ന കോമ്പൗണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കാണിക്കുന്ന കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ബോറിക് ആസിഡ് എന്ന കോമ്പൗണ്ട് BOH ത്രൈസ് ഒരു ലൂയിസ് ആസിഡാണ്. ഈ കോമ്പൗണ്ട് അതിൻ്റെ അസിഡിക് നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നത് H+നെ കൊടുത്തിട്ടല്ല, ഒരു പ്രോട്ടോണിനെ നൽകിയിട്ടല്ല, പകരം വെള്ളത്തിൽ ലയിക്കുമ്പോൾ വെള്ളത്തിൽ നിന്നൊരു OH- അക്സെപ്റ്റ് ചെയ്താണ് ഇതിൻ്റെ അസിഡിക് നേച്ചർ എക്സിബിറ്റ് ചെയ്യുക. ഒരു ലൂയിസ് ആസിഡാണ്. അപ്പോൾ ബോറിക് ആസിഡ് വെള്ളത്തിൽ ലയിച്ചാൽ, BOH ത്രൈസ് ആണ് ബോറിക് ആസിഡ്, അത് വെള്ളത്തിൽ ലയിച്ചാൽ വെള്ളത്തിനെ നമുക്കൊന്ന് അയണൈസ് ചെയ്ത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് HOH എന്ന് എഴുതാം. വെള്ളം അയണൈസ് ചെയ്യുമ്പോൾ H+ കിട്ടും, OH- കിട്ടും. ഇതിലെ നമ്മുടെ ലൂയിസ് ആസിഡായ ബോറിക് ആസിഡ് H+നെ കൊടുത്തിട്ടല്ല അസിഡിക് നേച്ചർ കാണിക്കുക എന്ന് പറഞ്ഞു. അത് വെള്ളത്തിലുള്ള OH- അക്സെപ്റ്റ് ചെയ്താണ് അസിഡിക് നേച്ചർ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ ബോറിക് ആസിഡ് വാട്ടർ മോളിക്യൂളിൻ്റെ കയ്യിൽ നിന്ന് OH- വാങ്ങിയാൽ അത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. BOH ത്രൈസ് ആയിരുന്ന ആൾ BOH 4 ടൈംസ് ആകും. ഒരു ചെറിയ നെഗറ്റീവ് ചാർജും ഉണ്ട്. BOH 4 ടൈംസ് മൈനസ് പ്ലസ്, ഇനി മെഡിത്ത് മിച്ചമുള്ളത് H+ ആണ്. ഈ റിയാക്ഷൻ നടന്നിട്ടാണ് ബോറിക് ആസിഡ് തൻ്റെ അസിഡിക് നേച്ചർ എക്സിബിറ്റ് ചെയ്യുക. ഇനി ബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന ചേഞ്ചുകൾ ഒന്ന് നോക്കാം. ബോറിക് ആസിഡ് H3BO3 ആണ്. അതിനെ ഹീറ്റ് ചെയ്താൽ ആദ്യം അത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് HbO2 എന്ന മറ്റൊരു ആസിഡായിട്ട് മാറും. ആസിഡിൻ്റെ പേര് മെറ്റാബോറിക് ആസിഡ് എന്നാണ്. മെറ്റാബോറിക് ആസിഡ് വാട്ടർ മോളിക്യൂളിനെ നഷ്ടപ്പെടുത്തിയാണ് മെറ്റാബോറിക് ആസിഡായിട്ട് മാറുക. മെറ്റാബോറിക് ആസിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ അത് വീണ്ടും ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ട് വാട്ടർ നഷ്ടപ്പെടുത്തി B2O3 ബോറോണിൻ്റെ ഓക്സൈഡായ ബോറിക് അൻഹൈഡ്രൈഡ് ആയിട്ട് മാറും. ഇതാണ് ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് എന്ന കോമ്പൗണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്.
ബോറിക് ആസിഡ് വളരെ സ്പെറിക്കൽ ഗ്രാനുൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ ക്യാരം ബോർഡിൽ സ്ട്രൈക്കറൊക്കെ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ആ പൗഡർ ബോറിക് ആസിഡാണ്. ഇതിൻ്റെ സൊല്യൂഷന് നമ്മളൊരു മൈൽഡ് ഐ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ബോറോണിൻ്റെ അടുത്ത കോമ്പൗണ്ട് ബോറോണിൻ്റെ ഒരു ഹൈഡ്രൈഡാണ്. ഫോർമുല B2H6 എന്നാണ്. കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ഡൈബൊറൈൻ എന്നാണ് വിളിക്കുക. ഡൈബൊറൈൻ. B2H6 ഈസ് നോൺ ആസ് ഡൈബൊറൈൻ. ഡൈബോറൈൻ്റെ ലാർജ് സ്കെയിലുള്ള പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നടത്തുന്നത് BF3 എന്നാണ്. ബോറോണിൻ്റെ ട്രൈഫ്ലൂറൈഡിൽ നിന്നാണ്. BF3 എടുക്കുക, അതിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രൈഡാണ്. അപ്പോൾ BF3യെ സോഡിയം ഹൈഡ്രൈഡ് കൊണ്ട് റെഡ്യൂസ് ചെയ്താൽ ഒന്ന് നമുക്ക് ആവശ്യമുള്ള ഡൈബോറൈൻ കിട്ടും, B2H6. ബൈ പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ അറിയാം സോഡിയം ഫ്ലൂറൈഡാണ്. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യുക. ലബോറട്ടറിയിൽ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം BF3 എന്ന് തന്നെയാണ്. അവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന കോമ്പൗണ്ടാണ്, LiAlH4. കിട്ടുന്ന പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഡൈബോറൈൻ ആയിരിക്കണം. അടുത്ത ആൾ ലിത്തിയം ഫ്ലൂറൈഡ്, ഒരു കോമ്പൗണ്ട് കൂടി ഉണ്ട്, അത് അലുമിനിയം ഫ്ലൂറൈഡാണ്. അപ്പോൾ ഇങ്ങനെ പല റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഡൈബോറൈനെ പ്രിപ്പയർ ചെയ്യാം. ഡൈബോറൈൻ എന്ന കോമ്പൗണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷനാണ് പറയുന്നത്. ഡൈബോറൈൻ B2H6 എന്ന കോമ്പൗണ്ട് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യും. ആദ്യം കിട്ടുന്നൊരു അഡീഷൻ കോമ്പൗണ്ടാണ്. ഡൈബോറൈൻ 2 മോളിക്യൂൾ അമോണിയ ആഡ് ചെയ്ത്, അമോണിയ ഒരു ലൂയിസ് ബേസും ഡൈബോറൈൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റുമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഓരോ B2H6 മോളിക്യൂളും 2 അമോണിയ മോളിക്യൂളിനെ കൺസ്യൂം ചെയ്ത് ആദ്യം കിട്ടുന്ന പ്രോഡക്റ്റ് B2H6 2NH3 എന്നൊരു കോമ്പൗണ്ടാണ് ആദ്യം ഫോം, ഒരു അഡീഷണൽ കോമ്പൗണ്ടാണ് കിട്ടുക. ഇങ്ങനെ കിട്ടിയ B2H6 2NH3 എന്ന കോമ്പൗണ്ടിനെ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്താൽ ഒരു പുതിയ കോമ്പൗണ്ട് പ്രൊവൈഡ് ചെയ്യും. കോമ്പൗണ്ടിൻ്റെ ഫോർമുല B3N3H6 എന്നാണ്. B3N3H6. അവിടെ ബൈ പ്രോഡക്റ്റായിട്ട് ഹൈഡ്രജൻ ഗ്യാസാണ് ഉണ്ടാവുക. ഈ B3N3H6 നമ്മൾ പഠിക്കുന്ന ഓർഗാനിക് മോളിക്യൂളായ C6H6 ഉണ്ട്. C6H6 എന്ന കോമ്പൗണ്ട് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീനാണ് എന്നൊക്കെ അറിയാം. ബെൻസീൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ ഓരോ കാർബണയിലും ഹൈഡ്രജൻ ആറ്റമൊക്കെ ഉള്ള സൈക്ലിക് സ്ട്രക്ചറുള്ള മോളിക്യൂളാണ് ബെൻസീൻ. ഈ ബെൻസീനും B3N3H6 സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. ബെൻസീന് മൊത്തം 6 കാർബൺ ആറ്റങ്ങളാണ് ഈ ജോയിൻസിലുള്ളത്. B3N3H6 ഓൾട്ടർനേറ്റ് ബോറോണും നൈട്രജനും നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് വരിക. സൈക്ലിക്കാണ്, ഒന്നിടവിട്ടുള്ള കോർണറുകളിൽ ബോറോണും നൈട്രജനും. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീൻ്റെ സ്ട്രക്ചറിന് വളരെ സിമിലറായ സ്ട്രക്ചറുള്ള ആളാണ് B3N3H6 എന്നുള്ളത് കൊണ്ട് B3N3H6 എന്ന ബോറോൺ കോമ്പൗണ്ടിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കാറുണ്ട്. ഇനോർഗാനിക് ബെൻസീൻ, ബെൻസീനുമായിട്ടുള്ള സ്ട്രക്ചറൽ റിസംബ്ലൻസ് ഉള്ളതുകൊണ്ടാണ് ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുക. അങ്ങനെ കോമ്പൗണ്ടിൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞില്ല. B3N3H6 നമ്മൾ ബൊറാസീൻ എന്നാണ് വിളിക്കുക. ബൊറാസീൻ. അപ്പോൾ ബൊറാസീൻ എന്ന ബൊറോൺ കോമ്പൗണ്ടിനെയാണ് ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുക.
ബൊറാസോൾ എന്നും പറയാറുണ്ട്. ബൊറാസീൻ, ബൊറാസോൾ എന്നെല്ലാം ഒറ്റ കോമ്പൗണ്ട് തന്നെയാണ്. B3N3H6 ആണ്. അടുത്തായി ഡൈബോറേൻ്റെ ഒരു സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് കൂടി പറയുന്നു. ഡൈബോറേൻ എന്ന് പറഞ്ഞാൽ B2H6 ആണ്. സ്ട്രക്ചറലി സിഗ്നിഫിക്കൻ്റ് ആയൊരു കോമ്പൗണ്ടാണ് B2H6 ഡൈബോറൈൻ. സ്ട്രക്ചർ എന്ന് വരച്ചാൽ ബോറോൺ ആറ്റം, 2 ബോറോൺ ആറ്റങ്ങളുണ്ട്. അത് ഒരു പേപ്പറിൻ്റെ പ്ലെയിനിൽ നിൽക്കുന്ന 2 ബോറോൺ ആറ്റങ്ങൾ. മൊത്തത്തിലുള്ള 4 ഹൈഡ്രജൻ ആറ്റങ്ങളിൽ 6 ഹൈഡ്രജൻ ആറ്റങ്ങളിൽ 4 പേരിൽ 2 എണ്ണം വച്ച് ഓരോ ബോറോൺ ആറ്റമായിട്ട് ഓർഡിനറി കോവാലൻ ബോണ്ടുകൾ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിൽ കാണുന്ന 2 ബോറോൺ ആറ്റങ്ങളും 4 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒറ്റ പ്ലെയിനിലാണ് നിൽക്കുക. അത് ആ ബോർഡിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ മിച്ചമുണ്ട്. ഈ നിൽക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒന്നീ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്കും ഒന്നീ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് അകത്തേക്കുമാണ് ഓറിയൻറ്റ് ചെയ്യുക, ക്രമീകരിച്ചിരിക്കുക. ഈ പ്ലെയിനുമായിട്ട് 90 ഡിഗ്രിയാണ് ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും എക്സിസ്റ്റ് ചെയ്യുക. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഫോം ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ബോണ്ടാണ്. ആകപ്പാടൊരൊറ്റ വാലൻസ് ഇലക്ട്രോണുള്ള ഹൈഡ്രജൻ ആറ്റം ഇവിടെ ബൊറോണുമായിട്ട് 2 കോവലൻ ബോണ്ടുകൾ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ പിടികിട്ടി ഈ മോളിക്യൂൾ ഹൈലി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇനി കാണുന്ന സ്ട്രക്ചറിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് ഒരു പേര് ഇടുകയാണ്. ബോറോൺ ആറ്റങ്ങളുടെ അതേ പ്ലെയിനിൽ തന്നെ നിൽക്കുന്ന 4 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഞാൻ ആ വയലറ്റ് മഷിക്ക് മാർക്ക് ചെയ്ത 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. ബോറോണിൻ്റെ അതേ പ്ലെയിനിൽ നിൽക്കുന്ന ഈ 4 ഹൈഡ്രജൻ ആറ്റങ്ങളെ നമ്മൾ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്നാണ് വിളിക്കുക. ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. ഇപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന 1 എബോവ് ദ പ്ലെയിൻ ആൻഡ് 1 ബിലോ ദ പ്ലെയിൻ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഹൈഡ്രജൻ ആറ്റങ്ങൾ, അവരെ വിളിക്കുന്ന പേര് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് എന്നാണ് വിളിക്കുക. ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്. കാരണം ഒന്നാമത്തെ ബോറോണിൽ നിന്ന് 2ാമത്തെ ബോറോണിലേക്ക് വരാനുള്ളൊരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ആക്ട് ചെയ്യുന്നത്. സോ ദേ ആർ നോൺ ആസ് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്. ഈ കാണുന്ന BHB ബോണ്ട്, 2 BHB ബോണ്ടുകളുണ്ട്. ആ BHB ബോണ്ടുകൾക്ക് ഒരു പേര് വിളിക്കാറുണ്ട്. അതിനെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് വിളിക്കുക. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. കാരണം 3 ആറ്റങ്ങളെ 2 ഇലക്ട്രോൺ വച്ചാണ് ഇവിടെ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ബോണ്ടിൻ്റെ ഓർബിറ്റൽ വൈസുള്ള ഓവർലാപ്പുകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് പരിഗണിച്ചാൽ അതിനെ ബനാന ബോണ്ട് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഡൈബോറൈനിലെ ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഫോം ചെയ്യുന്ന ബോണ്ടുകളെ, BHB ബോണ്ടുകളെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകൾ, 3 ആറ്റങ്ങളെ 2 ഇലക്ട്രോൺ കൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന മീനിങ്ങിലും, ഓർബിറ്റൽ ഷേപ്പ് ഓവർലാപ്പ് ഷേപ്പ് നോക്കുമ്പോൾ അതിനെ ബനാന ബോണ്ട് എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് കൂടി ഉള്ളൊരു മോളിക്യൂളാണ് ഡൈബോറൈൻ. ഇനി ഈ ബോറോൺ ഫാമിലിയിലെ ചില എലിമെൻറ്റുകളുടെ ഇമ്പോർട്ടൻ്റ് യൂസുകളാണ് പറയുന്നത്. ബോറോണിൻ്റെ ഫൈബറുകൾ, ബോറോൺ ഫൈബറുകൾ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ കൺട്രോൾ റോഡുകളുണ്ട്.
കൺട്രോൾ റോഡ്സ്, ചെയിൻ റിയാക്ഷൻ്റെ വേഗത റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ന്യൂട്രോണുകളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള റോഡുകളാണ് ബോറോൺ റോഡുകൾ. അതുകൊണ്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ചെയിൻ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കാനുള്ള ഡിവൈസായിട്ട് നമ്മൾ ബോറോൺ റോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഈ ന്യൂട്രോണുകൾ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് ഈ റിയാക്ടറുകൾക്കൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് കൊടുക്കാൻ വേണ്ടിയും ബോറോണിനെ യൂസ് ചെയ്യുന്നുണ്ട്. ബൊറോൺ കോമ്പൗണ്ടുകളായ ബൊറാക്സ് ആൻഡ് ബോറിക് ആസിഡ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി പൈറക്സ് ഗ്ലാസ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസ്സുകളെയാണ് നമ്മൾ പൈറക്സ് ഗ്ലാസ്സുകൾ എന്ന് വിളിക്കുക. ചൂടാക്കിയാലും പൊട്ടിപ്പോവാത്ത, എത്ര ടെമ്പറേച്ചർ വേരിയേഷനെയും താങ്ങാൻ കഴിവുള്ള ഗ്ലാസ്സുകളാണ് പൈറക്സ് ഗ്ലാസ്സുകൾ. ഈ പൈറക്സ് ഗ്ലാസ്സുകളുടെ നിർമ്മാണത്തിന് ബൊറാക്സും ബോറിക് ആസിഡും ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബോറിക് ആസിഡിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞായിരുന്നു. ബോറിക് ആസിഡ് സൊല്യൂഷൻ ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ് എന്ന് കണ്ടായിരുന്നു. അലുമിനിയം നല്ലൊരു തെർമൽ കണ്ടക്ടറും ഇലക്ട്രിക്കൽ കണ്ടക്ടറുമാണ്. അതുകൊണ്ടാണ് അലുമിനിയം പാത്രങ്ങളെ നമ്മൾ കിച്ചണുകളിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലൊരു തെർമൽ കണ്ടക്ടർ ആയതുകൊണ്ടാണ്. അലുമിനിയം കേബിളുകൾ, ഇലക്ട്രിക്കൽ വയേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അലുമിനിയം നല്ലൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയതുകൊണ്ടാണ്.